പടച്ചോനെ, എൻ്റെ ഉപ്പാൻ്റെ ഈ ഖബറിൽ ഇരുട്ടാണല്ലോ റബ്ബേ, ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയോ? നിർവഹിക്കണം പൊന്നുമക്കളെ, നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ബാധ്യത. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ കുറേ പറയരുത് എന്ന് തീരുമാനിച്ചതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരവസാനത്തെ ഒരു വസിയ്യത്ത് എൻ്റെ പൊന്നുമോനോട്, എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അവസാനത്തെ ഒരു വസിയ്യത്ത്. മക്കളെ, ഞാനങ്ങ് മരിച്ചു എന്ന് വെക്കുക. എൻ്റെ മരണം സംഭവിച്ചു. എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരുമൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുമിച്ച് കൂടി. എൻ്റെ ജനാസയെടുക്കുന്ന സമയം നിശ്ചയിച്ചു. ഉപ്പ എന്ന് വിളിക്കുന്നതിന് പകരം എൻ്റെ പൊന്നുമോൻ, എൻ്റെ ജനാസ എന്ന് വിളിച്ചു. മയ്യത്ത് ഇന്ന സമയത്താണ് എടുക്കുക എന്ന് അകലെയുള്ള സുഹൃത്തിനോടും സഹോദരനോടും ഉപ്പ എന്ന് പറയുന്നതിന് പകരം മയ്യത്ത് എന്ന് വിളിച്ചു, അല്ലേ? എന്നിട്ട് നിന്റെ ഉപ്പയായ എന്നെ, മയ്യത്ത് എന്ന് പേര് വിളിച്ച എന്നെ നീയും നിന്റെ കൂട്ടുകാരും വാരിപ്പിടിച്ച് കുളിപ്പിച്ചു. എന്നിട്ട് ഒരു വെളുത്ത 2-3 വസ്ത്രം കൊണ്ട് നിങ്ങൾ എന്നെ പൊതിഞ്ഞു, സുഗന്ധങ്ങളൊക്കെ പൂശി. എന്നിട്ട് എൻ്റെ പൊന്നുമോനെ, സ്നേഹത്തോടുകൂടി തന്നെ നീ നിന്റെ തലയിലോ ചുമലിലോ ചുമന്ന് എന്നെ കൊണ്ടുപോയി. എന്നെ നീ ഒഴിവാക്കുകയാണ്, പക്ഷേ എനിക്കിഷ്ടമാണ് മോനെ. ഒഴിവാക്കുകയാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. എന്നെ കൊണ്ടുപോയി. എനിക്ക് വേണ്ടി നീയും നിന്റെ കൂട്ടുകാരും ഒരുമിച്ച് ചേർന്ന് നിന്ന് നമസ്കരിച്ചു. മോനെ, എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം, ഷിർക്ക് ചെയ്യാത്ത 40 ആളുകളെങ്കിലും എനിക്ക് നമസ്കരിക്കാൻ വേണ്ടി നീ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, പക്ഷേ നീ ഓർമ്മിപ്പിക്കണം. നീ വിളിച്ചു പറയണം, ഉപ്പ മരിച്ചിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരണം. എന്താണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു? ഒരാൾ മരണപ്പെടുകയും ഷിർക്ക് ലവലേശവും ചെയ്യാത്ത 40 ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുകയും ചെയ്താൽ ഈ 40 ആളുകളെയും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ശുപാർശക്കാരാക്കും. 40 ആളുകളെ കിട്ടണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 40 ആളുകളോട് നമ്മൾ പറഞ്ഞു വെക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു വെക്കണം. മക്കളോട് പറഞ്ഞും കൊടുക്കണം, എൻ്റെ പൊന്നുമോനെ, അവരെ ഒന്ന് വിളിച്ചു പറയണം, ഞാൻ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ പൊന്നുമകനെ, നിന്റെ കൈകൊണ്ട് നീ എന്നെ ഖബറിലേക്ക് വെക്കുന്നു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് നീ ചെയ്യൽ നിർബന്ധമാണ് പൊന്നുമോനെ. എൻ്റെ കവിള് ആ മണ്ണിൽ നീ അഴിച്ച് ആ മണ്ണിൽ എൻ്റെ കവിള് കുത്തുന്ന രംഗം നീ ഒന്ന് ചിന്തിക്കെൻ്റെ പൊന്നുമോനെ. നിന്റെ ഉപ്പയോട് സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറിയിട്ടുള്ള പൊന്നുമോനെ, ഉപ്പാക്ക് വേണ്ടി ബെഡ് വാങ്ങിയ, കട്ടിൽ വാങ്ങിയ, വിരിപ്പ് വാങ്ങിയ, റൂമുകൾ ഒരുക്കിയ, സൗകര്യങ്ങൾ ഒരുക്കിയ പൊന്നുമോനെ, നിനക്കറിയില്ലേ എൻ്റെ കഥ എന്തായിരിക്കും? 3 ദിവസങ്ങൾക്കകം ആ മണ്ണിൽ ഞാൻ ചേരും, പുഴുക്കളായി മാറും. നീ എന്നെ വെച്ചു, എന്നിട്ട് എൻ്റെ മേലെ കല്ല് വെച്ചു. അവസാനത്തെ കല്ല് വെക്കുമ്പോൾ നീ എൻ്റെ ഖബറിലേക്കൊന്ന് നോക്കി. നിന്റെ കണ്ണ് കരഞ്ഞിട്ടുണ്ടാകാം, മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് നീയും നിന്റെ കൂട്ടുകാരും എൻ്റെ ഖബറിൻ്റെ പുറത്തേക്ക് മണ്ണിട്ടു. എന്നിട്ട് എന്നെ മണ്ണിട്ട് ഭദ്രമായി മൂടി. അവിടെ നിന്ന് പൊന്നുമോനെ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നീ എനിക്ക് വേണ്ടി ചെയ്യണം പൊന്നുമോനെ. എന്താണത്? ഒരൊട്ടകം മറുത്ത് വിതരണം ചെയ്യുന്നത് വരെ എൻ്റെ ഖബറിൻ്റെ അടുത്ത് നീ ഒന്ന് നിൽക്കണം. എനിക്കൊരു സൗകര്യമാണ്, സുഖമാണ്. എൻ്റെ മകനുണ്ടല്ലോ പുറത്ത്, അല്ലേ? എനിക്ക് വേണ്ടി തസ്ബീത്തിനെ നീ ചോദിക്കണം. എന്നെ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുകയാണ്. ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേതാണ്, നിന്റെ നേതാവാരാണ്, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കാൻ എൻ്റെ പൊന്നുമോനെ നീ ഒന്ന് ദുആ ചെയ്യണം. എൻ്റെ പൊന്നുമോനെ, നിന്നോട് പറയാനുള്ള അവസാനത്തെ വസിയ്യത്താണ്. എന്നിട്ടതും കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വന്നാൽ നിനക്കറിയാം, വീട് മുഴുവൻ എന്നെ മണക്കും, അല്ലേ? ഉപ്പ ഉപയോഗിച്ച വസ്ത്രം, ഉപ്പ ഉപയോഗിച്ച കട്ടിൽ, ഉപ്പ ഉപയോഗിച്ച ചെരുപ്പ്, ഉപ്പ ഉപയോഗിച്ച വടി, ഉപ്പ ഉപയോഗിച്ച വാച്ച്. നേരം വെളുക്കുമ്പോൾ നിനക്ക് എന്നെ ഓർമ്മ വരും മോനെ. നിന്നെ ഫജറിന് വിളിച്ചുണർത്തിയത് ഞാനായിരുന്നു.
എടാ ഖുർആൻ ഓതിയോ എന്ന് ചോദിച്ചത് ഞാനായിരുന്നു, മോനെ അത് വാങ്ങിയോ എന്ന് ചോദിച്ചത് ഞാനായിരുന്നു, എല്ലാം ശ്രദ്ധിച്ചത് ഞാനായിരുന്നു. അല്ലേ? നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഞാൻ ഉണ്ടാകും. പൊന്നുമോനെ ഉണ്ടാകണം. എനിക്ക് നിന്നോട് പറയാനുള്ള അവസാനത്തെ വസിയത്ത് മോനെ, നിന്റെ മക്കളെ വളർത്തുമ്പോൾ നീ എന്നെ ഓർക്കണം മോനെ. ഞാൻ നിന്നെ വളർത്തിയതുപോലെ നീ നിന്റെ മക്കളെ വളർത്തണം. നിന്റെ ഭാര്യമാരോട് തർബിയത്ത് നടത്തുമ്പോൾ നീ എന്നെ ഓർക്കണം മോനെ. നീ നിന്റെ മക്കളോട് ദുആ ചെയ്യുമ്പോൾ എന്നെ കൂടി ഉൾപ്പെടുത്താൻ പറയണം. എനിക്കൊരു ഉപ്പയുണ്ടായിരുന്നു, എന്റെ പൊന്നുപ്പ, ആ ഉപ്പ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറയണം നിന്റെ മക്കളോട്. എന്നിട്ട് നിനക്ക് സാധിക്കണം പൊന്നുമോനെ, എന്റെ ഉപ്പാക്ക് വേണ്ടി മക്കളെ നിങ്ങൾ ദുആ ചെയ്യണം, ദുആ ചെയ്യണം എന്ന് പറയാൻ എന്റെ പൊന്നുമോനെ നിന്റെ മക്കളോട് പറയാൻ നിനക്ക് സാധിക്കണം. എന്നിട്ട് എന്റെ പൊന്നുമോനെ, എന്റെ ഗന്ധം, എന്റെ വാസന, ഞാൻ താമസിച്ച, ഞാൻ കൂടിയ, ഞാൻ ഇടപഴകിയ വീടിന്റെ മുക്കുമൂലകളിൽ നിന്ന് മാറുവോളമെങ്കിലും മോനെ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിന്റെ നമസ്കാരങ്ങളിൽ, നിന്റെ രാത്രിയിലെ വേളകളിൽ, നിന്റെ യാത്രകളിൽ, ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ മോനെ നിന്റെ പ്രാർത്ഥനയിൽ ഞാനും കൂടി വേണം കേട്ടോ. എന്റെ പൊന്നുമോനെ, നീ എനിക്കൊരു സദഖത്തുൻ ജാരിയയാകണം. നിന്റെ ഇൽമ്, നിന്റെ വിജ്ഞാനം. ഞാൻ ആഗ്രഹിക്കുന്നത് മോനെ, നീ ഒരു വലിയ ധനാഢ്യനാകാനല്ല, നീ ഒരു വലിയ കച്ചവടക്കാരനാകാനല്ല, നീ ഒരു വലിയ സ്റ്റാർ ആകാനല്ല, നീ പൊന്നുമോളെ മിസ് കേരളയോ മിസ് ഇന്ത്യയോ മിസ് വേൾഡോ ആകാനല്ല, നീ ഒരു മിസ് ജന്നയാകണം. മിസ് ജന്ന. എൻ്റെ മോളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിനക്ക് മിസ് ജന്നയാകാൻ സാധിക്കണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ. എന്നിട്ട് ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. നാഥാ, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണം. എന്നെ മാത്രമല്ല എൻ്റെ സന്താനങ്ങളെയും. നമസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന സന്തോഷം. സഹോദരന്മാരെ, മനസ്സിലാക്കുക. എൻ്റെ പൊന്നുമോനോട് എനിക്ക് പറയാനുള്ളത്, മോനെ നീ ഒരു സ്റ്റാർ ആകണമെന്നല്ല, നീ ഏതെങ്കിലും രൂപത്തിൽ പ്രസിദ്ധി നേടണമെന്നല്ല, നീ എനിക്ക് വേണ്ടി ഒരു സദഖത്തുൻ ജാരിയയാകണം. ജീവിച്ചിരിക്കുന്ന ഒരു സദഖ, നഷ്ടപ്പെടാത്ത ഒരു സദഖ. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. എൻ്റെ മരണാനന്തരം എനിക്ക് എൻ്റെ സ്വത്ത് ഉപകാരപ്പെടുകയില്ല, എൻ്റെ സമ്പാദ്യം, എൻ്റെ സ്വാധീനം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ നേതൃത്വം, എൻ്റെ സ്ഥാനമാനങ്ങൾ ഇല്ല, ഒന്നും ഉപകാരപ്പെടുകയില്ലല്ലോ, ഒന്നും ഉപകാരപ്പെടുകയില്ലല്ലോ. ഉപകാരപ്പെടുക വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അതുകൊണ്ട് മോനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൊന്നുമോനാകാൻ, ഒരു സാലിഹായ മോനാകാൻ നിനക്ക് സാധിക്കണം മോനെ. ഉപ്പാക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പൊന്നുമോൻ. മോനെ, ഒരു ദിവസത്തെക്കുറിച്ച് നീ ഓർക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു മോനെ, ഒരു കാര്യം മാത്രം. ഒരു ദിവസത്തെക്കുറിച്ച് നാം ഓർക്കണം. എന്നെയും നിന്നെയും വിഭജിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഇന്ന് നിനക്ക് എന്നെ കണ്ടാൽ ആവേശമാണ്, ഉപ്പ എന്ന് വിളിച്ച് നീ ഓടി വരും. നിന്നെ ഉമ്മ വെക്കാൻ എനിക്കിഷ്ടമാണ്. നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും എനിക്കിഷ്ടമാണ്. നിന്നെ വല്ലാതെ കാണാനുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ മോനെ, ഒരു ദിവസമുണ്ട് കേട്ടോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. എൻ്റെ മോനെ, നിന്നെ കണ്ടാൽ ഞാൻ ഓടുന്ന ഒരു ദിവസമുണ്ട്. എന്നെ കണ്ടാൽ നീ ഓടുന്ന ഒരു ദിവസമുണ്ട്. ഓടി ഓടി അടുത്തേക്ക് വരികയല്ല, ഓടി ഓടി അകലുന്ന ഒരു ദിവസമുണ്ട് മോനെ.